ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസിലെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കടക്കാം. പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ പ്രധാന തരംതിരിവ് എപ്രകാരമാണ്? പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ പ്രധാന തരംതിരിവ് എപ്രകാരമാണ്? ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ. ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെയാണ് പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങൾ പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ലോഹങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, ക്ലോറിൻ എന്നിവ. നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, ക്ലോറിൻ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലോഹങ്ങൾക്ക് ഉദാഹരണം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. സൂര്യനിലെയും മറ്റു നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഏതാണ്? സൂര്യനിലെയും മറ്റ് നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഏതാണ്? ഹൈഡ്രജനാണ് സൂര്യനിലെയും മറ്റ് നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം. അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന വാതകം. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജനെ കണ്ടുപിടിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ. കത്തുന്ന വായു എന്ന് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് ആരാണ്? കത്തുന്ന വായു എന്ന് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചതാണ് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? ഹൈഡ്രോജനീസ്. ഹൈഡ്രോജനീസ് എന്ന പേരിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. ഈ ഹൈഡ്രോജനീസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജലം ഉണ്ടാക്കുന്നത് എന്നാണ്. വ്യാവസായികമായി ഹൈഡ്രജൻ നിർമ്മിക്കാനുള്ള മാർഗം ഏതാണ്? വ്യാവസായികമായി ഹൈഡ്രജൻ നിർമ്മിക്കാനുള്ള മാർഗമാണ് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴി. ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് വ്യാവസായികമായിട്ട് ഹൈഡ്രജൻ നിർമ്മിക്കാനുള്ള മാർഗം. ഹൈഡ്രജൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹൈഡ്രജൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിറമോ മണമോ ഇല്ല, വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്, അറ്റോമിക തന്മാത്രകളായി കാണപ്പെടുന്നു, അതായത് H2 ആയിട്ട് കാണപ്പെടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിറമോ മണമോ ഇല്ല, വായുവിനേക്കാൾ സാന്ദ്രത വളരെ കുറവാണ്, H2 തന്മാത്രകളായി കാണപ്പെടുന്നു. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ഉണ്ടാകുന്നത് എന്തെല്ലാം? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ഉണ്ടാകുന്നത് ജലവും താപവുമാണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ഉണ്ടാകുന്നത് ജലവും താപവുമാണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഉണ്ടാകുന്നത് എന്താണ്? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി ചേർന്നുണ്ടാകുന്നത് എന്താണ്? ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ HCl എന്നാണ് അറിയപ്പെടുന്നത്. ഹൈഡ്രജൻ്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തെല്ലാം? ഹൈഡ്രജൻ്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തെല്ലാം? അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിന്, ഇന്ധനമായും വനസ്പതി പോലുള്ള രൂപിത എണ്ണകൾ നിർമ്മിക്കാൻ. അപ്പോൾ അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിനും ഇന്ധനമായും അതുപോലെ വനസ്പതി പോലുള്ള രൂപിത എണ്ണകൾ നിർമ്മിക്കാനുമാണ് ഹൈഡ്രജൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് എന്താണ്? ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ കലോറിക മൂല്യം ഉള്ളത്. ഒരു ഇന്ധനത്തിൻ്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു ഇന്ധനത്തിൻ്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കലോറിക മൂല്യം. കലോറിക മൂല്യം എന്നാണ് ഒരു ഇന്ധനത്തിൻ്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജം അറിയപ്പെടുന്നത്. ജ്വലനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്? ജ്വലനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് കിലോ ജൂൾ പെർ ഗ്രാം. കിലോ ജൂൾ പെർ ഗ്രാം എന്നാണ് ജ്വലനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജത്തിൻ്റെ അളവ്. കലോറിക് മൂല്യം വളരെ കുറഞ്ഞ ഇന്ധനത്തിന് ഉദാഹരണം ഏതാണ്? കലോറിക് മൂല്യം ഏറ്റവും കുറഞ്ഞ ഇന്ധനത്തിന് ഉദാഹരണം ഏതാണ്?
കാർബൺ മോണോക്സൈഡ്, അതിനെ CO എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാർബൺ മോണോക്സൈഡ് ആണ് കലോറിക മൂല്യം വളരെ കുറഞ്ഞ ഇന്ധനത്തിന് ഉദാഹരണം. ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ വായുവിൽ ഉയർന്നു പൊങ്ങുന്നതിന് കാരണം എന്താണ്? ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ വായുവിൽ ഉയർന്നു പൊങ്ങുന്നതിന് കാരണം എന്താണ്? ഹൈഡ്രജന് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതിനാൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഹൈഡ്രജന് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ വായുവിൽ ഉയർന്നു പൊങ്ങുന്നതിന് കാരണം. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിലും സംയുക്താവസ്ഥയിലും കാണപ്പെടുന്ന മൂലകത്തിന് ഉദാഹരണം. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിലും സംയുക്താവസ്ഥയിലും കാണപ്പെടുന്ന മൂലകത്തിന് ഉദാഹരണമാണ് കാർബൺ. കാർബണാണ് പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിലും സംയുക്താവസ്ഥയിലും കാണപ്പെടുന്നത്. വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെ എങ്ങനെ വിളിക്കുന്നു? വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെ എങ്ങനെ വിളിക്കുന്നു? രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ്. രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ് എന്നാണ് വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെ അറിയപ്പെടുന്നത്. എന്നാൽ വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിഭാസത്തെ എന്താണ് അറിയപ്പെടുന്നത്? രൂപാന്തരത്വം. വിവിധ രൂപങ്ങളെ അറിയപ്പെടുന്നതാണ് രൂപാന്തരങ്ങൾ. അവ ഉണ്ടാക്കുന്ന പ്രതിഭാസത്തെയാണ് രൂപാന്തരത്വം എന്ന് അറിയപ്പെടുന്നത്. കാർബണിൻ്റെ രൂപാന്തരങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. എങ്ങനെ? കാർബണിൻ്റെ രൂപാന്തരങ്ങളെ രണ്ടായി തരംതിരിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്റ്റലീയം, അമോർഫസ്. ക്രിസ്റ്റലീയം എന്നും അമോർഫസ് എന്നുമാണ് കാർബണിൻ്റെ രൂപാന്തരങ്ങളെ രണ്ടായി തരംതിരിക്കുന്നത്. കാർബണിൻ്റെ പ്രധാന ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാം? കാർബണിൻ്റെ പ്രധാന ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രാഫീൻ. കാർബണിൻ്റെ പ്രധാന അമോർഫസ് രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? കാർബണിൻ്റെ പ്രധാന അമോർഫസ് രൂപാന്തരങ്ങളാണ് ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി. ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി എന്നിവയൊക്കെയാണ് കാർബണിൻ്റെ പ്രധാന അമോർഫസ് രൂപാന്തരങ്ങൾ. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥം ഏതാണ്? പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. വജ്രമാണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാഠിന്യമേറിയ പദാർത്ഥം. വജ്രത്തിൻ്റെ ഓരോ കാർബൺ ആറ്റവും ചുറ്റുമുള്ള എത്ര ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു? വജ്രത്തിൻ്റെ ഓരോ കാർബൺ ആറ്റവും ചുറ്റുമുള്ള എത്ര ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു? 4. വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം എന്താണ്? വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണമാണ് ആറ്റങ്ങൾ തമ്മിലുള്ള സഹസംയോജക ബന്ധനം. ആറ്റങ്ങൾ തമ്മിലുള്ള സഹസംയോജക ബന്ധനമാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. വജ്രം വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. കാരണം എന്ത്? വജ്രം വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. കാരണം എന്താണ്? ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ. ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാലാണ് വജ്രം വൈദ്യുതിയെ കടത്തിവിടാത്തത്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓരോ കാർബണും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? ഓരോ കാർബണും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് ഓരോ കാർബണും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം. പാളികൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലുള്ള ഘടനയുള്ള കാർബൺ രൂപാന്തരം ഏതാണ്? പാളികൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലുള്ള ഘടനയുള്ള കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നത് തരത്തിലുള്ള കാർബൺ രൂപാന്തരം. ഗ്രാഫൈറ്റിൽ പാളികൾക്കിടയിൽ സഹസംയോജക ബന്ധനം ഇല്ല. ദുർബലമായ ആകർഷണമാണ് ഉള്ളത്. അതിനാൽ പാളികൾക്ക് പരസ്പരം തെന്നിമാറാൻ കഴിയും. ഈ പ്രത്യേകത ഗ്രാഫൈറ്റിനെ എന്തായി ഉപയോഗിക്കുന്നു? ഗ്രാഫൈറ്റിൽ പാളികൾക്കിടയിൽ സഹസംയോജക ബന്ധനം ഇല്ല. ദുർബലമായ ആകർഷണമാണ് ഉള്ളത്. അതിനാൽ പാളികൾക്ക് പരസ്പരം തെന്നിമാറാൻ സാധിക്കും. ഈ പ്രത്യേകത കാരണം ഇതിനെ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? സ്നേഹകമായി അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളികളുള്ള കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളികളുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫീൻ. ഗ്രാഫൈറ്റിൻ്റെ ഒരു പാളിക്ക് സമാനമായ കാർബൺ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റിൻ്റെ ഒരു പാളിക്ക് സമാനമായ കാർബൺ രൂപാന്തരമാണ് ഗ്രാഫീൻ. സ്റ്റീലിൻ്റെ 200-1 ഭാരവും അലുമിനിയത്തിൻ്റെ 5-1 ഭാരവുമുള്ള കാർബൺ രൂപാന്തരമാണ് ഗ്രാഫീൻ.
അപ്പോൾ ഗ്രാഫീൻ എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ 200-1 ഭാരവും അലുമിനിയത്തിൻ്റെ 5-1 ഭാരവുമുള്ള കാർബൺ രൂപാന്തരമാണ്. പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാണ്? പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപം ഏതാണ്? ഫുള്ളറീൻ. ബക്കി ബോൾസ് എന്നും അറിയപ്പെടുന്ന കാർബൺ രൂപാന്തരം ഏതാണ്? ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന കാർബൺ രൂപാന്തരമാണ് ഫുള്ളറീൻ. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനുകളുടെ പ്രധാന ഉപയോഗം എന്താണ്? സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനുകളുടെ പ്രധാന ഉപയോഗമാണ് കാർബൺ നാനോ ട്യൂബുകൾ. കാർബൺ നാനോ ട്യൂബുകളായിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. നിയതമായ ക്രിസ്റ്റൽ ഘടനയില്ലാത്ത ഖരപദാർത്ഥങ്ങൾ ഏവ? നിയതമായ ക്രിസ്റ്റൽ ഘടന ഇല്ലാത്ത ഖരപദാർത്ഥങ്ങൾ ഏവ? അമോർഫസ് രൂപാന്തരങ്ങൾ. അമോർഫസ് രൂപാന്തരങ്ങളാണ് ക്രിസ്റ്റൽ ഘടനയില്ലാത്ത ഖരപദാർത്ഥങ്ങൾ. കാൽസ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം എന്താണ്? കാൽഷ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ CO2. ഏത് വാതകത്തെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോഴാണ് ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകുന്നത്? ഏത് വാതകത്തെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോഴാണ് ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകുന്നത്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിനെ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോഴാണ് അവ പാൽ നിറമാകുന്നത്. ഖരരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഖരരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് അറിയപ്പെടുന്നതാണ് ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് ആണ് ഖരരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡ്. സ്റ്റേജ് ഷോകളിലും മറ്റും പുക നിറഞ്ഞ പ്രതീതി ഉളവാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് എന്നാൽ സ്റ്റേജ് ഷോകളിലും മറ്റും പുക നിറഞ്ഞ പ്രതീതി ഉളവാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡ്രൈ ഐസ്. ജ്വലനം നടക്കുമ്പോൾ കാർബണിൻ്റെ അളവ് വളരെയധികം കൂടുകയോ ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറയുകയോ ചെയ്താൽ ഉണ്ടാകുന്ന വിഷവാതകം ഏത്? ജ്വലനം നടക്കുന്ന സമയത്ത് കാർബണിൻ്റെ അളവ് വളരെയധികം കൂടുകയോ ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറയുകയോ ചെയ്താൽ ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. നേരത്തെ പറഞ്ഞ കാർബൺ മോണോക്സൈഡാണ് ജ്വലനം നടക്കുമ്പോൾ കാർബണിൻ്റെ അളവ് വളരെയധികം കൂടുകയോ ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറയുകയോ ചെയ്താൽ ഉണ്ടാകുന്ന വിഷവാതകം. രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന വിഷവാതകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ്. രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ്. വ്യത്യസ്ത തരം ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ ഏതാണ്? വ്യത്യസ്ത തരം ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ് ജലം, അമോണിയ എന്നിവയൊക്കെ. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സംയുക്തമാണ് ജലം. H2O എന്നാണ് അറിയപ്പെടുന്നത്. ഹൈഡ്രജനും ഓക്സിജനും ഏത് അനുപാതത്തിലാണ് ജലത്തിൽ കൂടിച്ചേർന്നിരിക്കുന്നത്? ഹൈഡ്രജനും ഓക്സിജനും ഏത് അനുപാതത്തിലാണ് ജലത്തിൽ കൂടിയിരിക്കുന്നത്? 2:1. 2:1 എന്ന അനുപാതത്തിലാണ് ഹൈഡ്രജനും ഓക്സിജനും ജലത്തിൽ കൂടിയിരിക്കുന്നത്. ജലം ഒരു സംയുക്തമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജലം ഒരു സംയുക്തമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ജലം ഒരു സംയുക്തമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സോഡ ആഷ് എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ്? സോഡ ആഷ് എന്നറിയപ്പെടുന്ന സംയുക്തമാണ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റിനെ അറിയപ്പെടുന്നതാണ് സോഡ ആഷ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏതാണ്? സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മൾ ഉപ്പെന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡാണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം. എന്നാൽ സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സംയുക്തം ഏതാണ്? സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സംയുക്തമാണ് മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യം ക്ലോറൈഡാണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സംയുക്തം. സോപ്പിനെ ഗ്ലിസറൈനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സോഡിയം സംയുക്തം ഏതാണ്? സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ്. 1 കിലോഗ്രാം സമുദ്രജലത്തിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ അളവ് എത്രയാണ്?
1 കിലോഗ്രാം സമുദ്രജലത്തിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ അളവാണ് 35 ഗ്രാം. ആമാശയത്തിലെ അമ്ലത്വം ഇല്ലാതാക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ്? ആമാശയത്തിലെ അമ്ലത്വം ഇല്ലാതാക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് ആമാശയത്തിലെ അമ്ലത്വം ഇല്ലാതാക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം. NaCO3 ആണ് സോഡിയം കാർബണേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ്? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം. സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റ് ആണ് സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സർ ആയി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സറായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റ് എന്തിനൊക്കെ ഉപയോഗിക്കാം? സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കും ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സറായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സംയുക്തമാണ് സിൽവർ ബ്രോമൈഡ്. രാസവളമായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ്? രാസവളമായി ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം നൈട്രേറ്റ്. വേണമെങ്കിൽ നമുക്ക് നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ചെടികളിൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ്. അത് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. കമ്പിളി വസ്ത്രങ്ങളുടെയും പട്ടുവസ്ത്രങ്ങളെയും ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? കമ്പിളി വസ്ത്രങ്ങളെയും പട്ടുവസ്ത്രങ്ങളെയും ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംയുക്തമാണ് സോഡിയം പെറോക്സൈഡ്. ധാന്യങ്ങൾ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ്? ധാന്യങ്ങൾ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ് ആണ് ധാന്യങ്ങൾ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം. മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ബ്രോമൈഡ്. പൊട്ടാസ്യം ബ്രോമൈഡ് അല്ലെങ്കിൽ KBr. പൊട്ടാസ്യം ബ്രോമൈഡ് ആണ് മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ബദാമിൻ്റെ മണമുള്ള വിഷവസ്തു ഏതാണ്? ബദാമിൻ്റെ മണമുള്ള വിഷവസ്തുവാണ് പൊട്ടാസ്യം സയനൈഡ്. പൊട്ടാസ്യം സയനൈഡ് ആണ് ബദാമിൻ്റെ മണമുള്ള വിഷവസ്തു. KCN എന്നാണ് കെമിക്കൽ ഫോർമുല. പൊട്ടാസ്യം സയനൈഡ് ആണ് ബദാമിൻ്റെ മണമുള്ള വിഷവസ്തു. ആണവ ദുരന്ത ബാധിതർക്ക് ഉടനെ നൽകുന്ന ഔഷധത്തിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏതാണ്? ആണവ ദുരന്ത ബാധിതർക്ക് ഉടനെ നൽകുന്ന ഔഷധത്തിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് പൊട്ടാസ്യം അയോഡൈഡ്. പൊട്ടാസ്യം അയോഡൈഡ് അല്ലെങ്കിൽ KI ആണ് ആണവ ദുരന്ത ബാധിതർക്ക് ഉടനെ നൽകുന്ന ഔഷധത്തിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം. ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ KMnO4. വെളുത്ത ലോഹം എന്ന് ലോഹസങ്കരം ഏതൊക്കെ ലോഹങ്ങൾ ചേർന്നതാണ്? വെളുത്ത ലോഹം എന്ന ലോഹസങ്കരം ഏതൊക്കെ ലോഹങ്ങൾ ചേർന്നതാണ്? ലിഥിയം, ലെഡ്. ലിഥിയം എന്ന് പറഞ്ഞാൽ Li, ലെഡ് എന്ന് പറഞ്ഞാൽ Pb. ലിഥിയവും ലെഡും കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് വെളുത്ത ലോഹമെന്ന് അറിയപ്പെടുന്നത്. പദാർത്ഥത്തിൻ്റെ 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. രാജദ്രാവകം അല്ലെങ്കിൽ അക്വാറീജിയ എന്നാൽ എന്താണ്? രാജദ്രാവകം അല്ലെങ്കിൽ അക്വാറീജിയ എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും 1:3 അനുപാതത്തിൽ എടുക്കുന്നതിനെയാണ് രാജദ്രാവകം അല്ലെങ്കിൽ അക്വാറീജിയ എന്നറിയപ്പെടുന്നത്. ഇതൊരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 അനുപാതത്തിൽ എടുക്കുന്ന ദ്രാവകത്തെയാണ് രാജദ്രാവകം അല്ലെങ്കിൽ അക്വാറീജിയ എന്ന് അറിയപ്പെടുന്നത്. നീറ്റുകക്കയുടെ രാസനാമം എന്താണ്? നീറ്റുകക്കയുടെ രാസനാമമാണ് കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡാണ് നീറ്റുകക്കയുടെ രാസനാമം. ഒരു രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അധികാര കണികകൾ അല്ലെങ്കിൽ റിയാക്ടൻസ് പരസ്പരം കൂട്ടിമുട്ടണം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ഏതാണ്? കൊളീഷൻ സിദ്ധാന്തം. കൊളീഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരം കൂട്ടിമുട്ടുക എന്നാണ് അർത്ഥം. അപ്പോൾ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അധികാരക കണികകൾ പരസ്പരം കൂട്ടിമുട്ടണമെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് കൊളീഷൻ സിദ്ധാന്തം. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആന്റോയിൻ ലവോസിയർ.
ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക സംഭാവന ചെയ്തത് ആരാണ്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക സംഭാവന ചെയ്തത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് സൗരയൂഥ മാതൃക സംഭാവന ചെയ്തത്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് നമ്മുടെ പോസിറ്റീവ് കണങ്ങളായ പ്രോട്ടോണുകളെ കണ്ടെത്തിയത്. രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുടെ ക്രമീകരണം നേടിയാണ് സ്ഥിരത കൈവരിക്കുന്നത്? രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുടെ ക്രമീകരണം നേടിയാണ് സ്ഥിരത കൈവരിക്കുന്നത്? 8 ഇലക്ട്രോണുകൾ വേണം അവർക്ക് എന്താകാൻ? അഷ്ടകം പൂർത്തിയാക്കാൻ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെ എങ്ങനെ വിളിക്കുന്നു? ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോട്ടോണുകൾ. ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ ഒരേ നമ്പർ ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോൺ. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതിയെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം, അത് ആദ്യമായി അവലംബിച്ചത് ആരാണ്? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം, അതായത് മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി, അവയെ ആദ്യമായിട്ട് അവലംബിച്ചത് ആരാണ്? ഗിൽബർട്ട് ആൻഡ് ലൂയിസ്. കൂടുതലും ലൂയിസ് എന്നാണ് പറയുന്നത്. അതിനെ ലൂയിസ് ഡോട്ട് ഡയഗ്രാം എന്നാണ് അറിയപ്പെടുന്നത്. ലൂയിസ് എന്നാണ് ശാസ്ത്രജ്ഞനാണ് ഈ ഒരു രീതി കൊണ്ടുവന്നത്. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവ് എങ്ങനെ അറിയപ്പെടുന്നു? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവിനെ എങ്ങനെ അറിയപ്പെടുന്നു? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം. ത്രിബന്ധന തന്മാത്രയ്ക്ക് ഉദാഹരണം ഏതാണ്? ത്രിബന്ധന തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് നൈട്രജൻ. അതായത് 3 ബോണ്ട് വരുന്നതിനെയാണ് ത്രിബന്ധനം എന്ന് പറയുന്നത്. ചാർജുള്ള ആറ്റങ്ങളെ എങ്ങനെ വിളിക്കുന്നു? ചാർജുള്ള ആറ്റങ്ങളെ അയോണുകൾ എന്നാണ് വിളിക്കുന്നത്. ചാർജുള്ള ആറ്റങ്ങളെ എങ്ങനെ വിളിക്കുന്നു? അയോണുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇലക്ട്രോൺസിനെ കൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോഴാണ് അവർ അയോണുകളായിട്ട് മാറുന്നത്. പോസിറ്റീവ് അയോണുകളെ എങ്ങനെ അറിയപ്പെടുന്നു? കാറ്റയോണുകൾ എന്നാണ് പോസിറ്റീവ് അയോണുകളെ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് പോസിറ്റീവ് അയോണുകൾ അല്ലെങ്കിൽ കാറ്റയോൺസ് ആയിട്ട് മാറുന്നത്? ഇലക്ട്രോൺസിനെ ദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് അയോണുകളായിട്ട് മാറുന്നത്. അതായത് സോഡിയം പ്ലസ്, ഇവരൊക്കെ എന്താണ്, ഒരു സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതിനെ വേറെ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? സോഡിയം പ്ലസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അവരെന്ത് കംപ്ലീറ്റ് ചെയ്യും? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ ദാനം ചെയ്യുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നത്. നെഗറ്റീവ് അയോണുകൾ എങ്ങനെ അറിയപ്പെടുന്നു? ആനയോണുകൾ എന്നാണ് നെഗറ്റീവ് അയോണുകൾ. ആരാണ് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത് അവരെയാണ് ആനയോണുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആൾക്കാണ് ആനയോണുകൾ എന്ന് പറയുന്നത്. അവർക്ക് എപ്പോഴും നെഗറ്റീവ് ചാർജ് ആയിരിക്കും. സോഡിയം ക്ലോറൈഡിൻ്റെ കേസ് പറഞ്ഞാൽ സോഡിയത്തിന് 1 ഇലക്ട്രോണും ക്ലോറിന് 7 ഇലക്ട്രോണുമാണ് ഉള്ളത്. ക്ലോറിൻ 7 ഇലക്ട്രോണെ വിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിയും സോഡിയത്തിൽ നിന്ന് 1 ഇലക്ട്രോണെ സ്വീകരിച്ചാൽ അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അവരെന്തായിട്ട് മാറും? ക്ലോറിൻ മൈനസ് ആയിട്ട് മാറും. അതാണ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന രാസബന്ധനം ഏതാണ്? ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധം. അയോണിക് ബോണ്ട് എന്നാണ് ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന രാസബന്ധനം. ഇപ്പോൾ ഈ അയോണുകൾ ഉണ്ടാകുന്നത് എന്താണ്? അയോണിക് ബോണ്ടുകളാണ്. കാരണം അവർക്ക് ചാർജുകൾ ഉണ്ടായിരിക്കും. ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സഹസംയോജക ബന്ധനം. സഹസംയോജക ബന്ധനം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ പങ്കുവയ്ക്കുന്നതാണ്. ഇലക്ട്രോണിനെ കൈമാറ്റം ചെയ്യുന്നത് അയോണിക് ബന്ധനവും ഇലക്ട്രോണിനെ പങ്കുവയ്ക്കുന്നത് സഹസംയോജക ബന്ധനവുമാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലായ പോളിംഗ് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് നേരത്തെ പറഞ്ഞു. അതിന് ഒരു അളക്കുന്ന സ്കെയിലുണ്ട്, അതാണ് പോളിംഗ് സ്കെയിൽ. അത് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പേരിൽ തന്നെയുണ്ട്, ലിനസ് പോളിംഗ് ആണ് പോളിംഗ് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഭാഗികമായ വൈദ്യുതി ചാർജുള്ള സഹസംയോജക സംയുക്തങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? ഭാഗികമായി വൈദ്യുതി ചാർജുള്ള, അതായത് ഡെൽറ്റ പ്ലസ് അല്ലെങ്കിൽ ഡെൽറ്റ മൈനസ്, ഇതാണ് ഭാഗികമായ ചാർജുകൾ ഉള്ളത്. അവരെ എങ്ങനെ അറിയപ്പെടുന്നു? പോളാർ സംയുക്തങ്ങൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. മെഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏതാണ്? മെഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകമാണ് ഹൈഡ്രജനാണ് മെഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം. ഹൈഡ്രജൻ ഓക്സൈഡ് ഫ്യുവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന
ഉപോത്പന്നം ഏതാണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോത്പന്നം അല്ലെങ്കിൽ ഒരു ബൈ പ്രോഡക്റ്റ് ആരാണ്? ജലം. ജലമാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോത്പന്നം. ഡി സബ്ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ കഴിയും? ഡി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയും? 10 ഇലക്ട്രോണുകൾ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയും. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അഡിഷൻ ബലമെന്നാണ് അറിയപ്പെടുന്നത്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ. എന്നാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ കൊഹിഷൻ ബലമെന്ന് അറിയപ്പെടുന്നു. അതിവിടെ എഴുതിയിട്ടില്ല, അത് ഓർത്തു വയ്ക്കുക. വ്യത്യസ്ത ഇനമാണെങ്കിൽ അഡിഷൻ ബലവും ഒരേ ഇനമാണെങ്കിൽ കൊഹിഷൻ ബലവുമാണ്. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് എന്താണ്? വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് എന്താണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ് വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത്. ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലാണ് ഓക്സിജന്റെ സ്ഥാനം? ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലാണ് ഓക്സിജന്റെ സ്ഥാനം? 2. രണ്ടാമത്തെ പീരീഡിലാണ് ഓക്സിജൻ സ്ഥിതി ചെയ്യുന്നത്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന മാർഗത്തിലൂടെ പൊതുവായി സാന്ദ്രണം ചെയ്തിരിക്കുന്നത് ഏതിനം അയിരുകളെയാണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന മാർഗത്തിലൂടെ പൊതുവായി സാന്ദ്രണം ചെയ്തിരിക്കുന്നത് ഏതിനം അയിരുകളെയാണ്? ഓക്സൈഡ് അയിരുകളെയാണ്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന മാർഗത്തിലൂടെ പൊതുവായി സാന്ദ്രണം ചെയ്തിരിക്കുന്നത് ഓക്സൈഡ് അയിരുകളെയാണ്. ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന പേരിലും അറിയപ്പെടുന്നത് എന്തിനെയാണ്? ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന പേരിലും അറിയപ്പെടുന്നത് സിലിക്കൺ സ്റ്റീലിനെയാണ്. ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന പേരിലും അറിയപ്പെടുന്നത് എന്തിനെയാണ്? സിലിക്കൺ സ്റ്റീലിനെയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഏതാണ്? ഇതും ഒരു എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരം ഇല്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഏതാണ്? ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ. ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യസുരക്ഷയിലേക്ക് രാജ്യങ്ങൾ എത്തിച്ചേരാൻ സഹായകരമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് കാരണമായി തീർന്ന രാസപ്രക്രിയ ഏതാണ്? ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യസുരക്ഷയിലേക്ക് രാജ്യങ്ങൾ എത്തിച്ചേരാൻ സഹായകരമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് കാരണമായി തീർന്ന രാസപ്രക്രിയ ഏതാണ്? ഹേബർ പ്രക്രിയ അല്ലെങ്കിൽ ഹേബർ പ്രോസസ്. വിമാന നിർമ്മാണത്തിനും ആകാശ സഞ്ചാരത്തിനുമുള്ള വാഹനങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ചിറകുള്ള ലോഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോഹസങ്കരം ഏതാണ്? വിമാന നിർമ്മാണത്തിനും ആകാശ സഞ്ചാരത്തിനുമുള്ള വാഹനങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിനാൽ ചിറകുള്ള ലോഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോഹസങ്കരത്തിൻ്റെ പേരെന്താണ്? ഇതും ഒരു എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡുറാലുമിൻ. ഡുറാലുമിൻ ആണ് ചിറകുള്ള ലോഹം എന്ന് അറിയപ്പെടുന്ന ലോഹസങ്കരം, ഡുറാലുമിൻ. ഏത് ലോഹത്തിൻ്റെ സുലഭമായ ധാതുവാണ് കളിമണ്ണ്? കളിമണ്ണ് ഏത് ലോഹത്തിൻ്റെ സുലഭമായ ധാതുവാണ്? അലുമിനിയം. അലുമിനിയത്തിൻ്റെ സുലഭമായ ധാതുവാണ് കളിമണ്ണ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. സ്നേഹകം എന്നാൽ ലൂബ്രിക്കൻറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകം അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ താങ്ക് യു.